നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ ഡെൻമാർക്കിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റിരുന്നല്ലോ പോർച്ചുഗൽ. ഇന്നിപ്പോൾ രണ്ടാം പാദ മത്സരം രാത്രി ഇന്ത്യൻ സമയം 1:15 ലിസ്ബണിൽ വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ആദ്യ പാദത്തിലെ തോൽവിയെക്കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈവൻ കമ്പ്യൂട്ടറിന് പോലും തെറ്റുപറ്റാറില്ലേ, അങ്ങനെ കണ്ടാൽ മതി ഈ ടീമിൻ്റെ ഈ തോൽവിയെ. അല്ലാതെ ചിലർ ഇത് വെച്ച് വലിയ ഡ്രാമ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമൊന്നുമില്ല. ആ കളിയിൽ സംഭവിച്ചത് ഒരു സ്ലിപ്പപ്പാണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ക്രിസ്ത്യാനോ പറയുന്നു, ഈവൻ കമ്പ്യൂട്ടേഴ്സ് മേക്ക് മിസ്റ്റേക്സ്. കമ്പ്യൂട്ടേഴ്സിന് പോലും മിസ്റ്റേക്കുകൾ സംഭവിക്കാം. എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം കഴിഞ്ഞ തോൽവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ കൂടി നോക്കാം. നമുക്കറിയാമല്ലോ എന്താണ് 3 ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെന്ന്. അതൊരു സ്ലിപ്പപ്പാണ്. നമ്മളത്ര ഒരു മികച്ച പ്രകടനം ആ കളിയിൽ നടത്തിയിട്ടില്ല. നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്, ഞങ്ങളത് അക്നോളജ് ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കളിയുടെ ആദ്യ പകുതി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാം പകുതി ഇതാ ഈ മത്സരത്തിലാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും കൂടുതൽ ബെറ്ററായിട്ട് കളിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ കൺവിൻസ്ഡാണ്. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്, നാളെ എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇന്നത്തെക്കുറിച്ചാണ്. നാളെ നമ്മൾ 11 പേര് മാത്രമായിരിക്കില്ല കളിക്കളത്തിലുണ്ടാവുക. ഒരു രാജ്യം മുഴുവനും നമുക്ക് ശക്തി പകർന്നുകൊണ്ട് കൂടെ ഉണ്ടാകും. എന്തായാലും എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും. ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ വിജയം അവർക്ക് അനിവാര്യമാണ്. കാരണം ആദ്യ മത്സരം ഏകപക്ഷീയമായൊരു ഗോളിന് തോറ്റിട്ടുണ്ട്. അതിന് മറുപടി കൊടുത്ത് ഇന്ന് വിജയിച്ച് കയറാൻ പറ്റുമോ പോർച്ചുഗലിന് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.